നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ നിന്ന് വളരെ നിർണായകമായ എന്നാൽ അത്ര പെട്ടെന്നൊന്നും പുറം ലോകം അറിയാൻ സാധ്യതയില്ലാത്ത ചില വമ്പൻ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് അവിടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്ന വാർത്തകൾക്കപ്പുറത്ത് അണിയറയിൽ വലിയ കളികളാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രധാനമായും രണ്ട് വമ്പൻ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വിശദമായി വിശകലനം ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ലോകത്തിലെ തന്നെ ഏറ്റവും അത്യാധുനികമായ അമേരിക്കയുടെ അഭിമാനമായ ഒരു അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നു വീണിരിക്കുന്നു. രണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ആ വലിയ യുദ്ധാന്തരീക്ഷം, ഇസ്രയേലും ഇറാനും തമ്മിൽ കോർക്കാൻ നിന്ന ആ അവസ്ഥ പെട്ടെന്ന് എങ്ങനെ ശാന്തമായി? അതിനു പിന്നിൽ ഇറാന് കിട്ടിയ വമ്പൻ തുകയുടെ കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. ഇതൊരു സാധാരണ വാർത്തയല്ല. വീഡിയോ മുഴുവനായി കാണുക, എങ്കിലേ ഈ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൻ്റെ ഈ ഒരു ഗെയിം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. നമുക്ക് വിശദമായി തന്നെ കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യം തന്നെ ആ ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ച് പറയാം. അമേരിക്കയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അപ്പാച്ചെ AH-64 ഹെലികോപ്റ്ററാണ് ഹോർമോസ് കടലിടുക്കിന് സമീപം, അതായത് ഒമാൻ തീരത്ത് തകർന്നു വീണത്. US സെൻട്രൽ കമാൻഡ് തന്നെ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവർ പുറത്തുവിട്ട പ്രസ് റിലീസ് പ്രകാരം ഒമാൻ തീരത്ത് പതിവ് പെട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് സംഭവം നടന്നത്. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന 2 പൈലറ്റുമാരെയും അമേരിക്കൻ ഫോഴ്സ് സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളത്, ഇത് വെറുതെ സാങ്കേതിക തകരാർ കാരണം വീണതാണോ അതോ ഇറാൻ വെടിവെച്ചിട്ടതാണോ? അമേരിക്കയുടെ ഔദ്യോഗിക വിശദീകരണം കേട്ടാൽ തോന്നും ഹെലികോപ്റ്റർ ഇങ്ങനെ സുഖമായി പറന്നുപോയപ്പോൾ പെട്ടെന്ന് താഴേക്കങ്ങ് വീണതാണെന്ന്. ഒരു വ്യക്തതയുമില്ലാത്ത, എവിടെയും തൊടാത്ത മറുപടിയാണ് അമേരിക്കൻ മിലിറ്ററി നൽകുന്നത്. പത്രക്കാർ ഇതേക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, ഉടനെ തന്നെ റിപ്പോർട്ട് തരാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. അതായത് എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നത് പോലെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ അപ്പാച്ചെ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് അത്ര ചെറിയ സംഭവമൊന്നുമല്ല. പ്രൊഡക്ഷൻ പോലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും മാരകമായ അറ്റാക്ക് ഹെലികോപ്റ്ററാണ്. ഇന്ത്യ പോലും ഇതിനായി പണം മുടക്കി ഓർഡർ നൽകി വർഷങ്ങളായി കാത്തിരിക്കുകയാണ്. നമുക്കാകെ 1-2 എണ്ണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരു വമ്പൻ സ്രാവാണ് ഇപ്പോൾ കടലിൽ വീണിരിക്കുന്നത്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഔദ്യോഗിക ക്ലെയിമുകളൊന്നും നടത്തിയിട്ടില്ലെങ്കിലും സംഭവം നടന്നത് ഇറാന്റെ തൊട്ടടുത്തുള്ള തന്ത്രപ്രധാനമായ മേഖലയിലാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കണക്കുണ്ട്. US കോൺഗ്രഷൽ റിസർച്ച് സർവീസിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഒരു ഇറാൻ US സംഘർഷം ആരംഭിച്ചതിന് ശേഷം അമേരിക്കൻ മിലിറ്ററിയുടെ ചെറുതും വലുതുമായ ഏകദേശം 42ഓളം വിമാനങ്ങളും ഡ്രോണുകൾക്കും കേടുപാടുകൾ സംഭവിക്കുകയോ കംപ്ലീറ്റ് ലോസ് ആവുകയോ ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയൊരു സംഖ്യയല്ല. ഇതിൽ നമ്മൾ വലിയ സംഭവമായി കാണുന്ന F-50, F-35 ഫൈറ്റർ ജെറ്റുകളുണ്ട്, A-10 വിമാനങ്ങളുണ്ട്, കോമ്പാക്ട് റെസ്ക്യൂ ഹെലികോപ്റ്ററുകളുമുണ്ട്, MC-130 പോലെയുള്ള സ്പെഷ്യൽ ഓപ്പറേഷൻ വിമാനങ്ങളുമുണ്ട്. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള MQ റീപ്പർ ഡ്രോണുകളുമുണ്ട്. ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കുകൾ തന്നെ ഇതാണെങ്കിൽ പുറത്തുവിടാത്ത വിവരങ്ങൾ എത്രയായിരിക്കും? അമേരിക്ക ഇപ്പോഴും പറയുന്നത് ഇറാന്റെ മിസൈൽ ശേഖരത്തിന്റെ 70% തങ്ങൾ തകർത്തു എന്നാണ്. എന്നാൽ ഇറാൻ ഇത് ശക്തമായി നിഷേധിക്കുന്നു. തങ്ങളുടെ 30% ശേഷി മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്നും ബാക്കി 70 മുതൽ 80% വരെ മിസൈലുകളും ആയുധങ്ങളും സുരക്ഷിതമാണെന്നുമാണ് ഇറാൻ പറയുന്നത്. ഇതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് US ഇന്റലിജൻസിൽ നിന്ന് പോലും വരുന്നത്. ഇനി നമുക്ക് വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രയേലിന് നേരെ വലിയ രീതിയിൽ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇസ്രയേൽ തിരിച്ചടിക്കുമെന്നും വലിയൊരു ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുമാണ് എല്ലാവരും കരുതിയത്. അറബ് രാജ്യങ്ങളും GCC കൺട്രികളും യുദ്ധം
ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാരണം യുദ്ധമുണ്ടായാൽ അതിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് അവർ തന്നെയാണ്. പക്ഷേ പെട്ടെന്ന് കാര്യങ്ങൾ ശാന്തമായി. ഇറാൻ ആക്രമണം തൽക്കാലം നിർത്തിവെച്ചു. എന്തുകൊണ്ടാണ് ഇറാൻ പെട്ടെന്ന് ഇങ്ങനെ സുല്ല് പറഞ്ഞത്? അവിടെയാണ് കഥയിലെ വില്ലനും നായകനും ഒക്കെ മാറുന്നത്. KN പോലെയുള്ള അന്താരാഷ്ട്ര മാധ്യമ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഇതിന് പിന്നിൽ വലിയൊരു പണമിടപാട് നടന്നിട്ടുണ്ട്. വർഷങ്ങളായി അമേരിക്ക മരവിപ്പിച്ച് നിർത്തിയിരുന്ന ഇറാന്റെ ഫണ്ടുകളുണ്ട്. ഏകദേശം 27 ബില്യൺ $US ഇറാൻ തിരികെ ചോദിക്കുന്നത്. ഇതിൽ നിന്ന് അടിയന്തരമായി $3 ബില്യൺ അതായത് ഏകദേശം $300 കോടി അമേരിക്ക ഇന്നലെ ഇറാന് കൈമാറി എന്നാണ് വാർത്ത. ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ ഏകദേശം 25,000 കോടിയിലധികം രൂപ വരും ഇത്. മാത്രമല്ല ഈ പണം ബാങ്ക് വഴിയൊന്നുമല്ല പോയത്. അബുദാബിയിൽ നിന്ന് നേരിട്ട് വിമാനമാർഗം ക്യാഷ് ആയിട്ട് തന്നെ ടെഹ്റാനിലേക്ക് എത്തിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട്. ഈ ഒരു വമ്പൻ സാമ്പത്തിക ഇടപാട് നടന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇറാൻ ഇസ്രയേലിനെതിരെയുള്ള ആക്രമണം തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ സമ്മതിച്ചത്. അല്ലാതെ വെറുതെ പേടിച്ചിട്ടല്ല ഇറാൻ പിന്മാറിയത്. തങ്ങൾക്ക് കിട്ടാനുള്ളത് അവർ കൃത്യമായി വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. ഈ വമ്പൻ ചർച്ചകൾക്കെല്ലാം രഹസ്യമായി മധ്യസ്ഥത വഹിച്ചത് ഖത്തറാണ്. ഇതുകൂടാതെ മറ്റൊരു ഉറപ്പുകൂടി അമേരിക്ക ഇറാന് നൽകിയിട്ടുണ്ട്. ലെബനന് എതിരെ ഇസ്രയേൽ നടത്താൻ പദ്ധതിയിടുന്ന വലിയ സൈനിക ആക്രമണങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാം എന്ന് അമേരിക്ക ഉറപ്പ് നൽകിയിട്ടുണ്ടത്രേ. ഇതിനെ ശരിവെക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചതും. ലെബനനിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തിയത് തന്റെ അറിവോടെയല്ലെന്നും അത് വളരെ മോശമായി പോയി എന്നുമാണ് ട്രംപ് പരസ്യമായി പറഞ്ഞത്. ഇസ്രയേലിനെ എപ്പോഴും കണ്ണടച്ച് പിന്തുണയ്ക്കുന്ന ട്രംപാണ് ഈ യു-ടേൺ എടുത്തത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അണിയറയിൽ നടന്ന ഡീൽ എത്രത്തോളം ശക്തമാണ് എന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് പുറത്ത് വലിയ യുദ്ധപ്രഖ്യാപനങ്ങൾ നടക്കുമ്പോഴും രാഷ്ട്രീയക്കാർ പ്രസംഗങ്ങളിൽ പരസ്പരം വെല്ലുവിളിക്കുമ്പോഴും അണിയറയിൽ സാമ്പത്തിക രാഷ്ട്രീയ ചർച്ചകളും ഒത്തുതീർപ്പുകളും സജീവമാണ് എന്നാണ്. ഈ $3 ബില്യൺ ഇടപാടിനെ കുറിച്ച് അമേരിക്കയോ ഇറാനോ ഇസ്രയേലോ ഔദ്യോഗികമായി സമ്മതിക്കില്ല. കാരണം ഇതൊരു രഹസ്യ നയതന്ത്ര ഇടപാടാണ്. എങ്കിലും വിശ്വസനീയമായ അന്താരാഷ്ട്ര ഏജൻസികൾ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ വലിയ സത്യമുണ്ടാകാനാണ് സാധ്യത. എന്തായാലും US-ന്റെ അഭിമാനമായ അപ്പാച്ചെ താഴെ വീണതും മറുഭാഗത്ത് പണം കൊടുത്ത് ഇറാനെ തൽക്കാലം ശാന്തമാക്കിയതുമാണ് മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതുപോലെയുള്ള കൂടുതൽ അന്താരാഷ്ട്ര അപ്ഡേറ്റുകളും രാഷ്ട്രീയ വിശകലനങ്ങളും നമ്മൾ തുടർന്നും ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഇറാൻ പണം വാങ്ങി ഒത്തുതീർപ്പിന് തയ്യാറായതാണോ അതോ അമേരിക്കയ്ക്ക് മറ്റു വഴികൾ ഇല്ലാത്തതാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.